ഇവിടെ രമേശ പെട്ടെന്നൊരു മുടി വെട്ടലും മെനയാവലൊക്കെ പെട്ടെന്നൊരു പെണ്ണാണല്ലേ. മലങ്കൊത്തേക്ക് വരെ പെണ്ണ് മതി. അല്ല അപ്പൊ ഇത് ഉറപ്പിക്കാൻ തീരുമാനിച്ചാ? ഉറപ്പിച്ചിട്ടൊന്നുമില്ല, കാരണം എനിക്കൊരു സങ്കല്പങ്ങളൊക്കെ ഉണ്ടേ. മോനെ ആ പെണ്ണിനും കാണത്തില്ലടാ കുറച്ച് സങ്കല്പമൊക്കെ. അല്ല ഇതിന് മുമ്പ് നിനക്ക് വേറൊരു കാമുക ഉണ്ടായിരുന്നല്ലോ. അത് എക്സ്പയർ ആയി, ഫേക്ക് ലവർ, ഞാൻ വേണ്ടെന്ന് വെച്ച്. അവള് വേണ്ടെന്ന് വെച്ചല്ല. എന്റെ പൊന്നു സുഖം നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനം വെച്ചിട്ട് മുടി കയറ്റരുത്. നിങ്ങളുടെ കടയിൽ വന്ന് വേണ്ടി നാട്ടുകാരെന്നെ മരംകൊത്തി എടാ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഒറിജിനൽ ആണെങ്കിൽ കാര്യം നടന്നാ പോരെ. ഒറിജിനൽ തന്നെ വേണം. ഇപ്പൊ ഈ ടി വി എത്രാമത്തോട്ടാ നന്നാക്കുന്നത്? ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലേ. പോടെ ഇറക്കാം. ഞാൻ കഴിഞ്ഞ ഓണത്തിന് അമ്മ ഡിസ്കൗണ്ട് വാങ്ങിച്ച എച്ച് ഡി ടി വി ആണ്. എന്റെ ഏട്ടാ ഈ എച്ച് ഡി എന്ന് പറഞ്ഞാൽ ഹൈ ഡെഫിനേഷൻ അല്ല, ഹൈ ഡ്യൂപ്ലിക്കേറ്റ് എന്നല്ല. ഇപ്പൊ തന്നെ മാർക്കറ്റ് ഇഷ്ടം പോലെ ഫേക്ക് ടി വി ഇറങ്ങുന്നത്. തോട്ടത്തിൽ വർക്കി മകൻ സോണി. സാറേ ഈ ഫീൽഡിന് അവന് വേറെ പേരുണ്ട്. സോണി ടി വി. സാറേ ഏത് വെട്ടിക്കറിയാലും ടി വി ആണ് ഇവന്റെ മെയിൻ. എന്തുകൊണ്ട് നിനക്ക് അങ്ങനെ ഒരു മോട്ടീവ്? അത് പിന്നെ പേരിന്റെ ഇനിഷ്യൽ ടി വി ആയിട്ടാണോ, പേരിനകത്തൊരു ടി വി ബ്രാൻഡ് ഉള്ളതുകൊണ്ടാണോ അറിയാൻ വയ്യ സാറേ. എനിക്ക് വല്ലവന്റെ ടി വിയിൽ ഫാഷൻ ഷോ ആണെന്ന് ഉറക്കം വരില്ല. ഇത് നീ മോഷ്ടിച്ചാണല്ലോ? അതെ സാറേ. അവന്റെ അഭിമാനം കണ്ടാ സാറേ? അവന്റെ നിപ്പ ഉണ്ടായിരുന്നു അവന്റെ കയ്യിലാ പറഞ്ഞു. അല്ല ഇത് മോഷ്ടിച്ച വീട്ടിൽ നിന്ന് ടി വി ഒന്നും കിട്ടി? ഉണ്ടായിരുന്നു സാറേ, പക്ഷെ അത് ഡ്യൂപ്ലിക്കേറ്റ് ടി വി ആയിരുന്നു. ഇപ്പൊ ഇഷ്ടം പോലെ ഡ്യൂപ്ലിക്കേറ്റ് ടി വിയിൽ മാർക്കറ്റിൽ കിട്ടും. സാർ ഈ പരസ്യം കാണാറില്ലേ? വീതി കുട്ടിത്തരാം, നീളം കുട്ടിത്തരാം, വില കുറച്ചുതരാം, ഒക്കെ ഇവിടെ ഇപ്പാ. ഞാൻ കക്കുന്ന മൈദിയിലെ പോലെ ബ്രാൻഡ് ടി വിയിലെ കക്കാറുള്ളൂ. അതാകുമ്പോൾ സ്വർണ്ണം പോലെ 916 സാധനങ്ങൾ കിട്ടും. വിശ്വസിച്ച് വാങ്ങാം. പിന്നെ സാറേ, സാർ കഴിഞ്ഞ ആഴ്ച ഓർഡർ ചെയ്ത ടി വി ഇല്ലേ, അത് വാങ്ങണ്ട, ക്യാൻസൽ ചെയ്തേരെ. നിനക്കെങ്ങനെ അറിയാം? വലിയ സാറിന്റെ ഫോൺ. കള്ളനാണേലും അന്തസ്സുള്ളവനാ. ചരക്കിന്റെ കാര്യം എന്തായി? നടന്നില്ല പോ, പറ്റു തീർക്കാതെ പലചരക്കടയിൽ സാധനം എത്തില്ലെന്നു. ഇവിടെ നമുക്ക് കൊട്ടേഷനൊക്കെ കുറവാണ് ബോസ്. അതെന്ത്? നാട്ടുകാർ പറഞ്ഞാൽ നമുക്കിപ്പോ മൊട്ടശ്ശേരി മാത്രമേ ഉള്ളൂ. പുതിയ അഡ്മിഷൻ ആണ് ബോസ്. എല്ലാ വേട്ടവളിയന്മാരും ഇവിടെ തന്നെ നടന്നു. ബോസ്, പുതിയൊരു കൊട്ടേഷൻ വന്നു. എന്ത് കൊട്ടേഷൻ? പാർക്കിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ അരിഞ്ഞാണം കളഞ്ഞു വീഴും. നമ്മൾ കണ്ടുപിടിച്ചു കൊടുത്താൽ 5000 രൂപ തരുമെന്ന് പറഞ്ഞു. ബോസ്, അരിഞ്ഞാണത്തിന്റെ ആൾക്കാരാണ്. ഹലോ. അതെ, അരിഞ്ഞാണത്തിന്റെ കാര്യം